ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. നമ്മുടെ സ്വന്തം വാപ്പൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ബസ് 2:30 വരും. അപ്പോഴത്തേക്കും നമുക്ക് നമ്മളെ സ്ഥലത്തെത്തണം. അപ്പോൾ നമ്മൾ നടന്ന് ടൗണിലേക്ക് പോവാണ്. ഇവിടെ എത്തിയിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ മഞ്ചേരിക്കാണ് കയറൽ. ഇപ്രാവശ്യം നമുക്ക് കിട്ടൂല എന്ന് ഓർത്തിട്ട്, ബസ് കിട്ടൂല, 2:30-ക്കുള്ള ബസ് കിട്ടൂല എന്ന് ഓർത്തിട്ട് നമ്മൾ നേരെ കയറുന്നത് അരീക്കോട്ടേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരീക്കോട് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം ഒരു 2:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഓരോരുത്തരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 3:10 ബസ് വരിക. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് 3:10 ആവാൻ നേരത്ത് ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് പോയിരുന്നു. KSRTC ആയതുകൊണ്ട് കുറേ നേരം നിർത്തിയിടൂല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പുറത്ത് വന്നു. ഇപ്പുറത്ത് വന്നപ്പോൾ ഞങ്ങൾ ബസ് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു പറഞ്ഞു ബസ് കേട് വന്നു. അങ്ങനെ 3:10 വരേണ്ട ബസ് 4:10 കേസ് വന്നിട്ടുള്ളത്. അങ്ങനെ ബസ് വന്നു, ഞങ്ങളതിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു, അതേപോലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. എന്തായാലും ഒറ്റ സീറ്റും ഇല്ലായിരുന്നു, നിന്നിട്ടാണ് പോയത്. അപ്പോൾ താത്ത മുമ്പിൽ നിന്നിട്ട് ഒക്കെ കാട്ടുന്നുണ്ട്. അവളെ കൈയൊക്കെ അടിച്ച് പൊടിച്ചിട്ടുണ്ട്. അവള് എന്താക്കിയതാണെന്ന് ഓക്കെ തന്നെ അറിയില്ല. അപ്പോൾ അത് കൽപ്പറ്റയ്ക്കുള്ള ബസ്സാണ്. ഇനി അവിടെ നിന്ന് വേറെ ബസ് മാറി കയറണം. അപ്പോൾ ഞാൻ നിന്നിട്ടാണേലും കഷ്ടപ്പെട്ടിട്ടാണേലും വീഡിയോ എടുക്കാൻ ഞാൻ മറക്കണില്ല. എന്തായാലും സാഹസികമായി ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേസ് നിന്നിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു മുക്കൊക്കെ എത്തിയപ്പം നമുക്ക് സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിയത് എവിടെ? ആ പെട്ടിമലാണ് കേസ് സീറ്റ് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ആ പെട്ടിമ കയറിയിട്ട് ഇരുന്നിട്ടുണ്ട്. അവിടുന്ന് ഞാൻ പിന്നെയും കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇതൊക്കെ നല്ല മഴ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് മഴ ചോർന്നു, എന്നാലും പിന്നെയും മഴ പെയ്തു. ഇതാണെങ്കിൽ ഈ പെട്ടിമല ഇരുന്നിട്ട് നല്ല റിസ്ക് ഉണ്ട്. എന്നാലും കിട്ടിയ സീറ്റ് പോക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഈ പെട്ടി അറിയണത് നമ്മളെ ബസ്സിൻ്റെ മുമ്പിലുള്ള അതിനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയാം, ഞങ്ങൾ ഇങ്ങനെയാണ് പറയുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ആ ഡ്രൈവറിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇരുന്നിട്ട് മുമ്പത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ യാത്ര ചെയ്യാണ് ഗൈസ്. അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഇതുമേലെ ഇരിക്കാൻ സീറ്റ് കിട്ടി. കുറച്ച് കഴിഞ്ഞ് താമരശ്ശേരിയൊക്കെ എത്തിയപ്പോൾ ഉമ്മച്ചിക്ക് സീറ്റ് കിട്ടി. പക്ഷേ താത്തക്ക് സീറ്റ് കിട്ടിയില്ല. ഓള് നിൽക്കുക തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ തന്നെ നമ്മൾ ചുരം കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നാണ് ചുരം കയറുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിന് ഇപ്പം എന്തൊരു പേരുണ്ടല്ലോ, ഓർമ്മ കിട്ടണില്ല. അടിവാരത്തു നിന്നാണ് നമ്മൾ ചുരം കയറുന്നത്. അടിവാരം തന്നെയാണെന്ന് തോന്നുന്നു, ഓർമ്മ കിട്ടണില്ല. എന്തായാലും നമ്മളിതാ ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പിലിരുന്നുകൊണ്ട് അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും മുമ്പത്തെ സീറ്റൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്നാലും കിട്ടിയ സീറ്റ് ഒഴിവാക്കണ്ടല്ലോ വിചാരിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ നമുക്കങ്ങനെ യാത്ര ചെയ്ത് ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ
ഗൈസ് നമ്മളെ ചുരം കഴിയാൻ പോവാണ്. ഏകദേശം ചുരം കഴിയാനായി തുടങ്ങി. എൻ്റെ എന്തൊരു അടിപൊളി വ്യൂ ആണെന്നറിയോ. എന്തായാലും മുമ്പിലിരുന്നുകൊണ്ട് ഈ വെൽക്കം ടു വയനാട് എന്നുള്ള ഇത് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ചുരത്തുനിന്നുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഇനി കുറച്ചും കൂടി പോയാൽ നമ്മളെ വീട്ടിലേക്ക് എത്താനായെന്ന്. പക്ഷേ ഇവിടുന്ന് നാട്ടിൽ നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് കയറിയതിനെക്കാട്ടിലും ദൂരമുള്ള പോലെയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നമ്മളെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് അപ്പോഴും എണീച്ചിട്ടില്ല. താത്തക്ക് ഇപ്പോഴും സീറ്റും കിട്ടിയിട്ടില്ല. ഓൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ചാനും ചെരിഞ്ഞും ഒക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. വേറെ എവിടെ ഇരിക്കാൻ സീറ്റ് ഇട്ടില്ലെങ്കിൽ എന്താക്കും. ഇതിലാണെന്നുണ്ടെ ഇരിക്കണ പോലെ ഫുള്ള് കൽപ്പറ്റക്കുള്ള പോലെയാണ്. അപ്പോൾ സീറ്റും കിട്ടൂലല്ലോ. അങ്ങനെ ഞങ്ങളെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇനി നമുക്ക് കൽപ്പറ്റ എത്തിയിട്ട് നമ്മളെ ബാക്കി വിശേഷങ്ങൾ കാണാം ഗായ്സ്. നമ്മൾ കൽപ്പറ്റ എത്തിയിട്ടുണ്ട്. കൽപ്പറ്റ സ്റ്റാൻഡിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് വേറെ ബസ് കയറി പോകണം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് നല്ല ക്ഷീണമുണ്ട് ചെറുതായിട്ടൊക്കെ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട വെട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് അതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ വിചാരിച്ചിട്ട് അത് കഴിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ബസ്സിലിരുന്ന് കഴിക്കുക വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ ബസ്സിൽ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് ബസ് വന്നിട്ടുണ്ട്. ബസ് കയറി ഇരുന്നിട്ടുണ്ട്. നമ്മൾ മീനങ്ങാടിക്കാണ് നമ്മൾ പോകുന്നത്. ബത്തേരി ബസ്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നെക്സ്റ്റ് ബസ് കയറി ഇരുന്നിട്ട് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ വേറൊരു കാര്യം, എല്ലാ കടൻ്റെ മുമ്പിൽ ഇപ്പോൾ കണ്ടുവരുന്നതാണ് ഐ ലവ് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു കടൻ്റെ മുമ്പിൽ ഐ ലവ് വയനാട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളവിടെ ഉണ്ട് ഇങ്ങനെ കുറേ ഐ ലവ് മഞ്ചേരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പഠിച്ചോനെ ഇവർ ഏതൊക്കെ കാട്ടുമുക്ക് കൂടെ ഞങ്ങൾ കൊണ്ടുവന്നേ. അങ്ങനെ ഏകദേശം നമ്മളിവിടെ എത്താനയച്ചിട്ടുണ്ട്. ബസ്സിലിരുന്നിരുന്ന് ഏകദേശം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കണ്. അങ്ങനെ ഞങ്ങൾ മീനങ്ങാടി എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ മീനങ്ങാടി ടൗണിൽ ഇറങ്ങി. ഇതാണ് ആപ്പാൻ്റെ കാറ്. ആപ്പാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ആപ്പാനെ വെയിറ്റ് ചെയ്ത് കാറിലിരുന്നപ്പോൾ ഒരു അവതാരം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവതാരത്തെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ആ അവതാരം ഗൈസ്. അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവില്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ കൊച്ചിൻ്റെ കുഞ്ഞിപ്പെങ്ങളെ പെരയിലാണ്. അപ്പോൾ നമുക്ക് ചായയും കടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കുട്ടി വാങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ബൈ.